ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇങ്ങനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ദീപാവലി ദിവസം എൻ്റെ ഒരു ഡേ അതാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പതിപോലെ രാവിലെ എണീറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുള്ളത് കാരണമാണ്. അപ്പോൾ വെളുപ്പിനെ എണീറ്റിട്ടുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ഇത്. ഇങ്ങനെ വെളുപ്പിനെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ കുറച്ച് ഡിവോഷണൽ സോങ്സ് വെക്കും, വിളക്കെത്തിക്കും, പിന്നെ ഇങ്ങനെ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ലൈറ്റ് കാര്യങ്ങളെല്ലാം വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ ദിവസത്തെ പോലെ തന്നെ ആ ദിവസം അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതെങ്ങോട്ടെന്നറിയാമോ? രാവിലെ തന്നെ അച്ഛനും മോനും സ്കൂളിൽ പോയി. അച്ഛനും മോനും അല്ല സ്കൂളിൽ പോയത്, രണ്ടുപേരും പോയി. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുദ്രയിലേക്ക് പോവുകയാണ്. ഇന്ന് ദീപാവലി സെലിബ്രേഷൻ ഉണ്ട് മുദ്രയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ രാവിലെ പോയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ എന്തെങ്കിലും റീൽസോ പരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറക്കമോ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം പിന്നെ കാണാം. അപ്പം ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണിത്. ഞാനിവിടെ എത്തിയപ്പോൾ ആരുമില്ല. എന്താ ഡെക്കറേഷനും ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു മറ്റേ ലാഡർ വെച്ചിട്ട് അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി കേട്ടോ. എൻ്റെ കയ്യിലിരുന്ന് നമ്മുടെ ശീരാതുകളുണ്ടല്ലോ, വിളക്കുകൾ ജസ്റ്റ് അത് കഴുകി വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് ഞാൻ ഇത് ഈ ഒരു ബോക്സിൽ ആക്കിയിട്ട് ജസ്റ്റ് പുറത്ത് വെച്ചിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉണ്ണിയുടെ ഡ്രസ്സ് വൈകിട്ടിടേണ്ട ഡ്രസ്സുണ്ട്, അതൊന്ന് എടുത്ത് വെക്കാം. അറ്റ് ലാസ്റ്റ് നമുക്ക് അവൻ്റെ ഒരു ഡ്രസ്സ് കിട്ടി. ഇനി ആശാൻ ഇതിടുവോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പം അങ്ങനെ ഡ്രസ്സ് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് നമ്മൾ ഇന്ന് പോകുമ്പം സാരിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ സാരിക്ക് പറ്റിയ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം. അപ്പോൾ അതാ എൻ്റെ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓർണമെൻറ്റ്സ് ഇന്ന് ഇടാൻ വേണ്ടി ഞാൻ എടുത്ത് വെക്കാൻ പോകാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ലാസ്റ്റ് മിനിറ്റിനാണ് ഓർണമെൻറ്റ്സ് ഒക്കെ തപ്പാറ്. അപ്പോൾ ഇത് നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് എടുത്ത് വെക്കാനായിട്ട് പോവുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടോ, ഇതെൻ്റെ കമ്മലിൻ്റെ ബോക്സാണ്. കമ്മൽ ഇത്രയൊന്നും അല്ല, വേറെ ഉണ്ട്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാണ്, അങ്ങനെയൊന്നും ആരും കരുതരുത്. ഇത് പണ്ട് തൊട്ടേ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും കളയാൻ നിൽക്കാറില്ല. അപ്പം അങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കമ്മൽ നോക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ സാരി ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഗ്രീനും ഒരു സിൽവർ കളറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മൽ ഏത് വേണം എന്നിങ്ങനെ, എനിക്ക് സിൽവർ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കമ്മലിടാനായിട്ട്. അപ്പം ഇതിലേത് വേണം എന്നിങ്ങനെ ലാസ്റ്റ് നോക്കിയിട്ട്, കമ്മൽ ഇത്രയൊന്നും അല്ല, പക്ഷെ സാരിക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിന് പറ്റുന്ന ഓർണമെൻറ്റ്സ് കമ്മലാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കേണ്ടതുകൊണ്ട് ഗ്രീൻ കളർ വരുന്നതിൽ എനിക്ക് സാരിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്ന ഇതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി മാലയും കൂടെ ഉണ്ട്, മാലയും കൂടെ നോക്കണം. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നോക്കി ചെന്നപ്പോൾ എനിക്ക് കുറേ വള കിട്ടി. മീൻസ് അത് കുറേ നാളായിട്ട് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ.
അങ്ങനെ എപ്പോഴും ഇടേണ്ട അവസരം വരുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ നാളുകളായിട്ട് കൂട്ടി വയ്ക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മാല കെട്ടി ഇതുപോലത്തെ വേറൊരു മാല എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. തൽക്കാലം അപ്പോൾ ഇത് യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് സാരിയൊക്കെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം. നോക്കുമ്പോൾ കുളമാക്കാനായിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാവും. അങ്ങനെ നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രഷായിട്ട് വിളക്കൊക്കെ കൊളുത്താണ്. ദീപാവലിയല്ലേ, അപ്പോൾ വീട്ടിലും വിളക്കൊക്കെ കൊളുത്തിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് പോയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം തീയും എണ്ണയൊക്കെ കണ്ടപ്പം ഒരാൾക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അവനും ചെയ്യുവാണ്. അവിടുന്ന് കുരുത്തക്കേട്. അത് ചെയ്യല് ഇനി നിനക്കില്ല. ഇത് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പക്ഷേ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് നേരം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ.
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഈ പ്രാവശ്യത്തെ ദീപാവലി നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിൽ പോയി. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.